സമയം 10:51 ആയിട്ടുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മോർണിംഗ് തന്നെ 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സൂക്ഷിച്ച് കേട്ടാൽ ഇവിടെ അമ്പലത്തിൽ പാട്ടിട്ടേക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. ഇന്നത്തെ ടാർഗറ്റ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചധികം പഠിക്കാനുണ്ട്. കോഴ്സ് എനിക്ക് പെൻഡിങ് ഉള്ളത് കൊണ്ട് തന്നെ ഡെയിലി സ്കെഡ്യൂളിൻ്റെ കൂടെ അതുകൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഓഗസ്റ്റ് 20 മുൻപായിട്ട് പെൻഡിങ് പോർഷൻ കംപ്ലീറ്റ് ആക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോർണിംഗ് തന്നെ ഇപ്പോൾ ബയോളജിയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ടൈം ടേബിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ വ്ലോഗ് കണ്ടവർക്ക് അറിയാം. അപ്പോൾ മോർണിംഗ് ബയോളജിയാണ്, പിന്നെ ക്ലാസ് കാണുക, അത് കഴിഞ്ഞ് നൈറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഈ ഒരു പ്ലാനിലാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ പെൻഡിങ് പോർഷൻസ് കൂടി ലെക്ചർ കാണാനുള്ളത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടായിരിക്കും ക്ലാസ്സൊക്കെ കണ്ടു കഴിയില്ല. പെൻഡിങ് പോർഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ കറക്റ്റ് ഒരു പ്ലാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എൻ്റെ ആഗ്രഹം, അല്ല എൻ്റെ വിശ്വാസം. ഞാൻ സബ് ടൈറ്റിലായിട്ട് ടൈം കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. ഞാനിങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി ലാഗാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് അതിൽ ജോയിൻ ആവാം. ഞാൻ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നീറ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും. എൻ്റെ ഷോർട്ട് നോട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. കാര്യം ചില ചാപ്റ്റേഴ്സൊക്കെ എനിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷോർട്ട് നോട്ടിൽ എഴുതി ചേർക്കത്തുള്ളൂ. നിങ്ങൾക്കത് ചിലപ്പോൾ യൂസ്ഫുൾ ആവണമെന്നുമില്ല. അപ്പം എന്തായാലും നിങ്ങൾ ജോയിൻ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കി ഞാൻ പഠിക്കുന്ന നിമോണിക്സ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്യും. 10:36 ആയി. അപ്പോൾ ഞാൻ 1Dയുടെ ലെക്ചർ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് എൻ്റെ പെൻഡിങ് പോർഷനാണ്. ടുഡേയും പെൻഡിങ് പോർഷനാണ്. നെക്സ്റ്റ് ഫിസിക്കൽ ഇക്വിലിബ്രിയം നോട്ട് പഠിക്കണം. ഞാനായിട്ട് എല്ലാ ക്ലാസ്സസിൻ്റെ സ്കെഡ്യൂളാണ് ഫോളോ ചെയ്യുന്നത്. ഈ വീക്ക് ഫിസിക്സ്, വർക്ക് എനർജി, കെമിസ്ട്രി, ഇക്വിലിബ്രിയം, ബയോളജി, ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസ് ഓൾറെഡി ഞാൻ പഠിച്ചത് കൊണ്ട് തന്നെ വീണ്ടും പഠിക്കുന്നില്ല. ഇക്വിലിബ്രിയം ലാസ്റ്റ് ഇയറിലെ നോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് വായിച്ച് പഠിച്ചതിന് ശേഷം കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കുറച്ച് ഡൗട്ട് വന്നു. അപ്പോൾ ഞാനത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഞാനിപ്പോൾ പഠിക്കുന്ന രീതിയൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാമല്ലോ. ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളുടെ ഷെയർ ചെയ്യുന്നതാണ്. മോഷനെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഷോർട്ട് നോട്ട് വെച്ച് റിവിഷൻ ചെയ്യുന്നുണ്ട്. നൈറ്റ് 10 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണണം. അതിൽ ഫുൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുന്നുണ്ട് NCERT. അതിപ്പോൾ കാണണം. പിന്നെ സ്ലൈഡ്സെല്ലാം MCQ ചെയ്യണം. നല്ല മഴയായിരുന്നു ഇവിടെ കറണ്ട് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. വൈഫൈ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ് കാണാനും കഴിഞ്ഞില്ല. ഞാനപ്പോൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. 40 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 4:07 നെക്സ്റ്റ് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യുന്നുള്ളത്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ്റെ ക്വിസ് ചെയ്യാനായിരുന്നു ഞാൻ പ്ലാനിലുള്ളത്. പക്ഷേ കറണ്ട് പോയതുകൊണ്ട് തന്നെ എനിക്ക് ഈവനിങ്ങിന് മുൻപായിട്ട് ലെക്ചേഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ്റെ MCQ ചെയ്തത് ഞാൻ എഴുതി ചേർക്കുന്നുണ്ട്. അങ്ങനെ കറണ്ടൊക്കെ വന്നിട്ട് ഓക്കെ. ടൈം ഇപ്പോൾ 5:15 കഴിഞ്ഞിട്ടുണ്ട്. വർക്ക് എനർജി പവറിൻ്റെ ഹാഫ് പോർഷൻ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി പോർഷൻ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ഫിസിക്സിൻ്റെ ടെലയിൽ ജോയിൻ ആയതിനു ശേഷം NCERT എക്സാമ്പിളിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് കാണൽ. സാറ് ഓരോ NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പും പറഞ്ഞു തരുന്നുണ്ട്. ബേസ് ഓക്കെ ഇല്ലെങ്കിൽ അതൊരു വിഷയമല്ല. ഓരോ സ്റ്റെപ്പും ഏതൊക്കെയാണ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ സാറ് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ അവരൊരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ഇയർ നീറ്റ് കംപ്ലീറ്റ് പാക്കേജ് 5,000 ഞാനൊരു പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നീറ്റ് മാസ്റ്റർ ക്ലാസ്സസ്, ഡെയിലി DPP, വീക്ക്ലി മൈനർ എക്സാംസ് ആൻഡ് വീക്ക്ലി മേജർ എക്സാംസ്. വീക്ക്ലി മൈനർ എക്സാംസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ വീക്ക്ലി
സാറ്റർഡേ നടക്കുന്ന എക്സാമാണ്. മേജർ എക്സാം എന്ന് പറയുന്നത് ഇതുവരെയും പഠിപ്പിച്ച എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു റിവിഷൻ എക്സാമാണ് മേജർ എക്സാം. അത് സൺഡേസിലാണ് നടക്കുന്നത്. പിന്നെ റിവിഷൻ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് സെറ്റാണ്. അതുപോലെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ NCERT എക്സാമ്പിൾ ഉൾപ്പെടെ എല്ലാം കവർ ചെയ്താണ്. ഓൾമോസ്റ്റ് 100ഓളം ക്വസ്റ്റ്യൻസ് അവർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാ മന്തും ഫസ്റ്റ് വീക്ക് അവർ റിവിഷൻ വീക്കായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു റിവിഷൻ വീക്ക് ലാസ്റ്റ് മന്ത് പഠിച്ച എല്ലാ കാര്യങ്ങളും റിവിഷൻ ചെയ്യാൻ യൂസ് ചെയ്യാം. പെൻഡിങ് ഉള്ളവരാണെങ്കിലും പെൻഡിങ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലായാൽ പോലും നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റും. ഫിസിക്സ് മാത്രമായിട്ട് ജോയിൻ ചെയ്യാം, കെമിസ്ട്രി മാത്രമായിട്ട് ജോയിൻ ചെയ്യാം, ബയോളജി മാത്രമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതിന് പെർ മന്ത് 700 ഫീ വരുന്നത്. അഡ്മിഷൻസ് ഓഗസ്റ്റ് 30 ഓപ്പൺ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാനിവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൽ ഞാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ആവാം. ഈ ക്വസ്റ്റ്യൻ ബേസും നമുക്കറിയാം. ഇവിടെയാണെങ്കിൽ ടൈം 10:51 ആയിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാൻ പോകുന്നുണ്ട്. സോ ഞാനിതിൽ 2Dയുടെ ലെക്ചർ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ വർക്ക് എനർജിയുടെ ലെക്ചർ ഫസ്റ്റ് മാത്രമേ കണ്ടുള്ളൂ, സെക്കൻഡ് കണ്ടിട്ടില്ല. സോ അത് ഹാഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഹാഫ് എന്ന് ഉദ്ദേശിച്ചത് ലെക്ചർ ഫസ്റ്റ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ക്വിസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പെൻഡിങ് പോർഷൻ എൻ്റെ ഓപ്പോസിറ്റ് നാളെ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നാളെ മോർണിംഗ് ആയിരിക്കും സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ്റെ ക്വിസ് ചെയ്യുക. നാളെ വേറെ ചാപ്റ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു റിവിഷൻ പ്ലാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ GAB വരികയാണ്. അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിക്ക് ഞാനൊരു റിവിഷൻ പ്ലാന് പഠിക്കേണ്ടതും റിവിഷൻ പ്ലാനും കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ എനിക്ക് എഫക്റ്റീവായ രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി നിങ്ങൾ വായിക്കേണ്ട കാര്യത്തിലൊക്കെ ഞാൻ ഓവർത്തിങ് ചെയ്യുന്ന കാര്യങ്ങളായി വെച്ചിരിക്കുന്നത്. പിന്നെ ബയോളജിക്ക് ക്വിസിന് സെപ്പറേറ്റ് പ്ലാനും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ